അതെ, ഇങ്ങനെ ഒരുങ്ങുവാണെങ്കിൽ ഇവിടുത്തെ ഒരു ദിവസം അങ്ങ് പോകും കേട്ടോ. പിന്നെ എനിക്ക് ഒരുങ്ങണ്ടേ? നിങ്ങളുടെ കുറക്കത്തിന് ഏറ്റവും നടന്നാ മതിയോ? അതെ, തായ്ലൻഡ് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കാണാനുണ്ട്, നമുക്ക് സമയം കളയില്ല. അതിന് തായ്ലാൻഡ് ഇഷ്ടം പോലെ സ്ഥലമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? യൂട്യൂബിൽ കണ്ട്. സത്യം പറ, നിങ്ങൾ ഇതിനു മുമ്പ് തായ്ലാൻഡ് വന്നിട്ടില്ലേ? അയ്യോ, അമ്മമാരോട് തായ്ലൻഡ് വരാൻ പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ സത്യം ഞാൻ തായ്ലൻഡ് വന്നിട്ടില്ല. അപ്പൊ തായ്ലാൻഡ് വരാൻ പ്ലാൻ ഇട്ട്. പ്ലാൻ എത്ര വേണേലും ഇടാല്ലോ, അൺലിമിറ്റഡ് അല്ലേ. റീചാർജ് ചെയ്ത് ഇവിടെ വരാനാണല്ലോ പാട്. എന്തോ എന്റെ പൊന്നെ, ഞങ്ങളൊന്ന് പ്ലാൻ ഇട്ടെന്നുള്ളത് നേരാ. പക്ഷെ അന്ന് തന്നെ എന്റെ ബൈക്കിൽ നിന്ന് കൊണ്ട് കാലൊടിഞ്ഞ് വരാൻ പറ്റിയില്ല. അമ്മമാർക്ക് എന്ത് വിഷമമെന്നറിയൂ. വിഷമം വരുന്ന കുറെ മനുഷ്യര് കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ നിങ്ങളുടെ വെഡിങ് റിംഗ് എടുത്തോണ്ട് ഓടിയവന്മാരെ പണയം വെക്കാൻ. അവന്മാരെ കുറിച്ച് എന്നോട് പറയല്ലേ. അതെ, നീ വരുന്നതിന് മുമ്പ് അമ്മമാര് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ എനിക്ക്. ഈ കറക്റ്റ് 4 മണ്ടന്മാരും കൂടെ എങ്ങനെ ഒരുമിച്ച് വന്നു? ഓ, അപ്പൊ പറഞ്ഞു തന്നത് ഞാൻ മെയിൻ വന്നു. സംശയമുണ്ടോ? നിന്റെ അച്ഛനടി മണ്ടൻ. എന്നെ പറയാൻ നോക്കി, എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. നിന്നെ പറഞ്ഞാൽ നിനക്ക് കൊള്ളൂലല്ലോ. ഇത്രയും മണ്ടനായി എനിക്ക് അങ്ങേര് നിന്നെ കെട്ടിച്ചേർന്നെങ്കിൽ അങ്ങേര് എന്തുമാത്രം മണ്ടനായിരിക്കും. അതെ, അടിയിടാനാണെങ്കിൽ നാട്ടിൽ നിന്ന് അടിയിട്ടാ പോരായിരുന്നു. എന്തിനാ ഈ ഫ്ലൈറ്റ് പിടിച്ച് തായ്ലൻഡ് വന്നിരുന്ന് അടിയിടുന്നത്? ഇരിക്കങ്ങട്. എന്താ ഇത്ര മാസ്? പിന്നെ നമുക്കൊരു റൊമാൻസ് ആയാലും. എടുക്കരുത്. തോണ്ടി വിടണ്ട. വേണ്ട. കട്ടി എത്ര ബുദ്ധിമുട്ടെന്ത്? സ്നേഹം കൊണ്ടല്ലേ അടി വിളിക്കുന്നേ? സ്നേഹം? അവന്മാർക്ക് ക്യാരക്ടർ ഉണ്ടോ? ബിഹേവിയർ ഉണ്ടോ? പോട്ട് പബ്ലിക് മാനേഴ്സ് ഉണ്ടോ? ഈ പറയുന്നതിന്റെ അർത്ഥം എന്താന്നൂല ആ പാവങ്ങൾക്ക് അറിഞ്ഞൂടാ. അറിയൂ, ഇത്രയ്ക്ക് വിവരമില്ലാത്തവന്മാരാ കല്യാണം കഴിഞ്ഞ് ഇപ്പഴാണ് നിങ്ങളൊന്ന് തനിയെ കിട്ടുന്നത്. വി നീഡ് സം പ്രൈവസി. ഇപ്പൊ പ്രൈവസി ഇല്ലേ? കമോൺ. ഇവന്റെ ഒക്കെ പേരൊക്കെ നോക്കേ. വത്സകുമാർ, ചൊക്കിളി അജ്മല്, ചിഞ്ചില്ല നവാസ്. നിങ്ങളുടെ പേരെന്തുവായിരുന്നു? അമിട്ട് ഷിബു. നിങ്ങളുടെ കൂടെ ആണല്ലോ ഞാൻ ജീവിക്കാറങ്ങി തിരിച്ചത്. അതെ, ആ ഫുഡ് വന്നെന്ന് തോന്നുന്നു. വാങ്ങിച്ചോട്ടെ ആഹോന്നൊക്കെ പറ. വന്നത് സന്തോഷമായെന്ന് തോന്നുന്നു. ആ മുഖത്തുണ്ട്. ഞാൻ എന്റെ ലാൻഡിലല്ലോ, തായ്ലൻഡിലല്ലേ. ഇതങ്ങനെ നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ലടാ ഞങ്ങക്ക്. ഈ അമിട്ടില്ലാതെ ചൊക്കിളിക്കും മത്സ്യനും ഒരു ചിഞ്ചിലും ഇല്ല. അല്ലടാ ചിഞ്ചിലോ? നിങ്ങളിതെങ്ങനെ ഇവിടെ എത്തിയേ? ട്രെയിനില്ലേ? അത് എറണാകുളം വരെ, പിന്നെ വിമാനത്തിൽ അങ്ങോട്ട് ഒറ്റ വരവായിരുന്നു. 2 അടിച്ചിട്ട് വിമാനത്തിൽ കയറണം എന്റെ അമിട്ടേ. ആരോടാ പറയുന്നത്? ഫ്ലൈറ്റ് വാള് വെച്ചതിന്റെ അടുത്താണോ കത്തി വെച്ച കാര്യം പറയുന്നേ? നിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണല്ലേ എന്നോട് പറഞ്ഞേ? അയ്യോ, അഥവാ എല്ലാ പെൺപിള്ളേരോടും എല്ലാം ഫസ്റ്റ് എന്നാ പറയുന്നേ. അതൊരു ട്രെയിൻ കിട്ടാത്തോണ്ട് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ ഞാൻ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് എടുത്തായിരുന്നു. തരോട്ടോ. പെങ്ങളെ ഒന്ന് റൈറ്റ് അടിച്ചേ. എന്ത്? അല്ല, ഭാര്യനാണോ നോക്കിയത്? കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വേറെ. എന്ത്? ഇല്ല, കറക്റ്റാ. നീയൊക്കെ എന്തിനാ ഈ സ്റ്റോപ്പിൽ തന്നെ വന്നിറങ്ങിയത്? ഫ്ലൈറ്റില്ല. അയ്യോ, ഞാൻ എന്തൊക്കെയാ പറയുന്നത്. നമ്മളിപ്പോ മസാനും ഇപ്പം കഴിഞ്ഞെടുത്ത് ശശിനെ നിന്നെ തിരക്കി. അതാരത്? ഇവിടെ ശാശ്യനാന്ന് പറഞ്ഞൊരു ദേവിയുണ്ട്. ഭയങ്കര പവർഫുൾ ദേവിയാ. അതെ, പവർ കാരണം 500 രൂപ ടിപ്പും കൊടുക്കും. നീയല്ലേ പറഞ്ഞ എന്നോട് തായ്ലൻഡ് വന്നിട്ടില്ലെന്ന് ഇതുവരെ? ആരിവനാ ബൈക്കിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ് കിടന്നിട്ട് തായ്ലൻഡ് എന്ന് പറഞ്ഞപ്പോ ചാടി വന്നവനാ ഇവൻ. 1.5 കാലിൽ ഇവൻ കാണിച്ചത് 2 കാലുണ്ടായിരുന്നെങ്കിൽ. അയ്യോ, അത് നാട്ടിലെ വൈദ്യര് പറഞ്ഞ് തായ്ലൻഡിലെ മസാജ് ചെയ്താൽ കാല് ശരിയാവുന്നു. അതുകൊണ്ട് വന്നേ. ശരിയാക്കി തരാം. അതെ, നിങ്ങളൊന്ന് പോയേ, ഞാൻ കുറച്ച് പ്രൈവസി വേണം. ഓ, ഇറങ്ങി പോവാനാണോ? പോവാനിറങ്ങി. അതെ, നമുക്ക് വേറെ റൂമുണ്ട്. നമ്മൾ ആദ്യം